നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മരിച്ചു എന്നുള്ള വാർത്തകൾ പരക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ അത്തരത്തിലില്ല. ആ വാർത്തകളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് ഇരു രാജ്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഇസ്രായേലിലുള്ള ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ കുറച്ച് ദിവസം പരക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് കിടക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി മരിച്ചിരിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ അദ്ദേഹം എവിടെയാണെന്ന് തങ്ങൾക്കറിയാമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വരുന്നത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാണാനായിട്ടില്ല. ഇത് മുജ്തബയുടെ അവസ്ഥയെക്കുറിച്ച് വ്യാപകമായ അഭ്യൂഹങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. പിതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം മുജ്തബയുടേത് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ വ്യാഴാഴ്ച ഇറാന്റെ തന്നെ ഔദ്യോഗിക ടിവിയിൽ വന്നിരുന്നു. എന്നാൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തെ ഇനിയും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് NBC ന്യൂസിനോട് പറഞ്ഞത് മുജ്തബ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നാണ്. അഥവാ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം കീഴടങ്ങണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നത്. തൻ്റെ രാജ്യത്തിനായി വളരെ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യണം, അതാണ് കീഴടങ്ങലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ഇന്നലെ ഒരു ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ പ്രമുഖ മാധ്യമമായിട്ടുള്ള ഡെയിലി മെയിലിനോട് പറഞ്ഞത് മുജ്തബ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ്. മറ്റെവിടെയുമല്ല, വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത്. വ്ളാഡിമിർ പുടിൻ്റെ ഉത്തരവനുസരിച്ച് 56-കാരനായ മുജ്തബയെ ചികിത്സയ്ക്കായി റഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ ചില മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുജ്തബയെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായിട്ട് നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ്. മുജ്തബ ഇപ്പോൾ മോസ്കോയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും ചില ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചതായി ചിലർ നടത്തിയ എതിർ പ്രചാരണങ്ങളും ഇപ്പോൾ തള്ളിക്കൊണ്ടും ഇസ്രായേലും രംഗത്ത് വരുന്നുണ്ട്. മുജ്തബയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്തതിനാൽ ടെഹ്റാൻ വലിയൊരു ഡിജിറ്റൽ മറച്ചുവെക്കൽ ഇപ്പോൾ നടത്തുകയാണ്. സുപ്രീം ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറങ്ങിയപ്പോൾ അതൊരു വാർത്താ അവതാരകൻ വായിച്ച ഒരു എഴുത്ത് മാത്രമായിരുന്നു. ഓഡിയോയോ വീഡിയോയോ ഒന്നും തന്നെയില്ല. കൂടാതെ സംസ്ഥാന മാധ്യമങ്ങൾ വൻതോതിൽ പ്രൊമോട്ട് ചെയ്ത മുജ്തബയുടെ പുതിയ ഔദ്യോഗിക പ്രൊഫൈൽ ചിത്രം യഥാർത്ഥത്തിൽ കൃത്രിമം കാണിച്ച് അടുത്തിടെയുള്ളതായി തോന്നിപ്പിക്കാൻ AI ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത ഒരു പഴയ ഫോട്ടോയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇറാൻ പുറത്തുവിടുന്ന എല്ലാ റിപ്പോർട്ടുകളും വിശ്വസിക്കരുത് എന്നാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ US മിസൈലുകളാൽ അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. സംഘർഷം 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എവിടെയാണെന്ന് ഊഹാപോഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മുജ്തബ നല്ല ആരോഗ്യവാനാണ് എന്നും സാഹചര്യം പൂർണ്ണമായി കൈകാര്യം ചെയ്യുന്നു എന്നാണ്. ഇരുപക്ഷവും വിവരങ്ങൾ പരസ്യമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ അവസ്ഥയെയും സ്ഥലത്തെയും കുറിച്ച് തെറ്റായ ധാരണകൾ സൃഷ്ടിക്കാൻ ഇരുവരും ശ്രമിച്ചേക്കാമെന്നാണ് കരുതപ്പെടുന്നത്. മുജ്തബ മരിച്ചിരുന്നെങ്കിൽ ഇറാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. കാരണം ഈ സംഘർഷത്തിൽ 2 പരമോന്നത നേതാക്കളും കൊല്ലപ്പെട്ടുവെന്ന് ഒടുവിൽ അവർ സമ്മതിക്കേണ്ടി വരും. അത് അവരുടെ ശക്തി തെളിയിക്കില്ല എന്നതാണ് പ്രശ്നം. അതേസമയം തന്നെ ഇപ്പോൾ
റഷ്യയിലാണ് മുജ്തബ എന്നുള്ളത് ഇസ്രായേൽ തന്നെയാണ് പറഞ്ഞ് പുറത്തു വരുന്നത്. ഇസ്രായേലി ഇന്റലിജൻസ്, അതായത് മൊസാദ്, ഏതൊരു സജീവ യുദ്ധമേഖലയിലും വളരെ ആഴത്തിൽ നുഴഞ്ഞു കയറാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ശത്രുക്കളുടെ വളരെ വിലപ്പെട്ടതും നിശ്ചലവുമായ ഏതൊരു ലക്ഷ്യത്തെ കൈകാര്യം ചെയ്ത ശത്രുക്കൾക്ക് വലിയൊരു സുരക്ഷാ ഭീഷണി തീർക്കാൻ കഴിയുന്ന ഒരു ചാര സംഘടനയാണ്. പ്രമുഖ കുവൈറ്റ് പത്രമായ അൽ ജരീദയുടെ റിപ്പോർട്ട് അനുസരിച്ച് മുജ്തബയെ ടെഹ്റാനിൽ നിന്ന് രഹസ്യമായി ഒഴിപ്പിച്ചു. പ്രത്യേക വൈദ്യ ചികിത്സയ്ക്കായി വളരെ സുരക്ഷിതമായ ഒരു റഷ്യൻ സൈനിക വിമാനത്തിൽ അദ്ദേഹത്തെ മോസ്കോയിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. ഇത് വെറും ഒരു മെഡിക്കൽ ഒഴിപ്പിക്കലല്ല, വലിയൊരു ഭൗമരാഷ്ട്രീയ അധികാര കളിയാണ് ഇവിടെ നടക്കുന്നത്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തിപരമായി അഭയവും ചികിത്സയും വാഗ്ദാനം ചെയ്തതായി അൽ ജരീദ കുവൈറ്റ് പത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു കോമ്പൗണ്ടിനുള്ളിൽ അംഗവൈകല്യമുള്ള ഇറാനിയൻ നേതാവിനെ ശാരീരികമായി ചികിത്സ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ സുരക്ഷിതമായി പാർപ്പിച്ചുകൊണ്ട് പുടിൻ മുജ്തബയെ ക്രെംലിന്റെ ആണവ കുടക്കീഴിൽ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണ്. ഇത് കൂടുതൽ US അല്ലെങ്കിൽ ഇസ്രായേലി വധശ്രമങ്ങൾ അസാധ്യമാക്കിയിരിക്കുകയാണ്. മുജ്തബയുടെ തിരോധാനത്തെ US സർക്കാർ സജീവമായി ആയുധമാക്കുകയാണ്. അടുത്തിടെ ഒരു റേഡിയോ അഭിമുഖത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുപ്രീം നേതാവിന്റെ പദവിയെ തുറന്നടിച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, പക്ഷെ അദ്ദേഹം ഏതെങ്കിലും രൂപത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഒരു പത്രസമ്മേളനത്തിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി. നേതാവിനെ പരിക്കേറ്റിട്ടുണ്ടെന്നും വികൃതനാണെന്നും US ഇന്റലിജൻസിന് അറിയാമെന്നാണ് ഔദ്യോഗികമായി പ്രസ്താവിച്ചത്. അദ്ദേഹത്തിന്റെ ഈ അഭാവത്തിന്റെ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. US-ഉം ഇസ്രായേലും നിലവിൽ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെതിരെ ഒരു പ്രാദേശിക യുദ്ധം നടത്തുകയാണ്. പുതിയ സുപ്രീം ലീഡർ പൂർണ്ണമായും അദൃശ്യനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ച ഫോട്ടോകളെ ആശ്രയിക്കുന്നവനും ഒരു റഷ്യൻ മെഡിക്കൽ സൗകര്യത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നവനുമാണെന്ന് ആരോപിക്കപ്പെടുന്നവനുമാണ് ഈ സംഘടന. മുജ്തബ ഖമേനിയെ ദൈനംദിന കമാൻഡ് ഘടനയിൽ നിന്ന് ഭൗതികമായി നീക്കം ചെയ്തതോടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ സ്വയം ഭരണാധികാരത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധതന്ത്രം അടിസ്ഥാനപരമായി ഓട്ടോ പൈലറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംഘർഷത്തെ കൂടുതൽ അപകടകരമാക്കുന്നു. കാരണം പ്രാദേശിക IRGC കമാൻഡർമാർ ഇപ്പോൾ ഒരു കേന്ദ്രീകൃതവും പ്രവർത്തിക്കുന്നതുമായ രാഷ്ട്രതലവന്റെ തന്ത്രപരമായ മേൽനോട്ടമില്ലാതെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഖമേനിയെ പുറത്താക്കിയെന്ന് ഇസ്രായേലും US-ഉം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവർക്ക് 100% ഉറപ്പുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർ ആഗ്രഹിക്കും. ഏറ്റവും പ്രധാനമായി 2024 ഓഗസ്റ്റിൽ ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദെയ്ഫിന്റെ കൊലപാതകം പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ 2 ആഴ്ച എടുത്തു. ഒന്നിലധികം കൊലപാതക ശ്രമങ്ങൾ ആവർത്തിച്ച് പരാജയപ്പെടുത്തിയതിനു ശേഷം ദെയ്ഫിനെ 9 ജീവനുള്ള പൂച്ച എന്ന് വിളിച്ചിരുന്നു. അതേസമയം 6 മാസത്തിന് ശേഷമാണ് ദെയ്ഫ് കൊല്ലപ്പെട്ടതായി ഹമാസ് സമ്മതിച്ചത്. അതുപോലെ 2024 ഒക്ടോബറിൽ ഗാസയിൽ ഒക്ടോബർ 7-ന് IDF ഹമാസ് നേതാവ് യഹ്യ സിൻവറിനെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം വൈറലായ ചിത്രം ഉണ്ടായിരുന്നിട്ടും മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. അതേസമയം ഞായറാഴ്ച ടെലവീവിൽ ഒരു കോഫി കുടിക്കുന്നത് ചിത്രീകരിച്ചുകൊണ്ടും നെതന്യാഹു ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന വ്യാജ വാർത്തയെ പരിഹസിച്ചു. നെതന്യാഹു മരിച്ചത് താൻ മരിച്ചുവെന്ന് പറയുന്നു, ഞാനൊരു കാപ്പിക്കായി മരിക്കുകയാണ് എന്നാണ്. ഏതായാലും ഇരു ഭാഗത്തും തങ്ങളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും ആ രാജ്യം അത് തള്ളുകയാണ്. ഇപ്പോഴത്തെ സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നേതാക്കളെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലോ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കാതിരിക്കുന്നതിന് പിന്നിലുള്ള കാരണം. ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് മുജ്തബ ഖമേനി റഷ്യയിലുണ്ട് എന്നുള്ളത് വാർത്തകളാണ്.